ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോയ്സ് കാർ അഥവാ കിഡ്സ് കാറിലെ പാർട്ട് 3 അപ്പോൾ മറ്റുള്ള 1-2 കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് കാണാം. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഈ പവർ സ്വിച്ച് ഡെഡാണ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓണായി ഏത് സമയം വണ്ടി ഓണായിക്കൊണ്ട് കിടക്കണേ, ഓഫാവുന്നില്ല. അതാണ് ഇപ്പോഴുള്ള ഈ കിഡ്സ് കാറിൻ്റെ പ്രശ്നം. നമുക്കൊന്ന് ചാർജ് ചെയ്ത്, ഇതിലുള്ള ചാർജുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കാരണം അത് ഓഫാക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ചാർജ് കിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി ചാർജ് കിട്ടിയിട്ട്. ഏകദേശം ചാർജ് ആയി ഇത് ഊരിക്കഴിഞ്ഞാൽ വണ്ടി ഓണാവുന്നുണ്ട്. സ്വിച്ചിൽ കൊടുത്തുമില്ല, ഓണും ഓഫ് ആക്കാൻ കഴിയില്ല. വണ്ടി ഏത് നേരം ഓണായി കിടക്കുമായിരിക്കും, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡും ഇതിൻ്റെ സ്റ്റിയറിങ്ങും കഴിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം ഇതിൻ്റെ സ്റ്റിയറിങ് കഴിക്കണം. എല്ലാ വണ്ടിക്കും സ്റ്റിയറിങ്ങിൽ ഒരു സൈഡിലായിരിക്കും സ്ക്രൂ. അപ്പോൾ അത് അയച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അത് അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിങ് കണ്ട് വലിച്ചെടുക്കാം. ശ്രദ്ധിക്കണം, ഇത് സ്റ്റിയറിങ്ങിൽ ഹോണും മ്യൂസിക്കുള്ള സൈസാണ്. അപ്പോൾ ഇതിനുള്ളിലൂടെ വയറ് വരുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയുന്നു, മുമ്പത്തെ വീഡിയോയിലുള്ള കിഡ്സ് കാറിലൊന്നും ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. പക്ഷേ ചില വലിയ വണ്ടികളിലൊക്കെ ഇങ്ങനത്തെ സംവിധാനമുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഡാഷ്ബോർഡ് ഇങ്ങനെ വെടന്തി എടുത്താൽ മതി. സ്ക്രൂ ഉള്ളതാണെങ്കിൽ സ്ക്രൂ കഴിക്കണം, ഇതിന് സ്ക്രൂ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും പോകുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, സ്വിച്ച് ഡെഡാണ്. സ്വിച്ച് ഇത് ഓണിലായി കിടക്കുകയാണ്, ഓഫാക്കാൻ കഴിയണില്ല. അപ്പോൾ അതിനുള്ള കണക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറൊരു സ്വിച്ച്, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വെച്ച അതേ ടൈപ്പുള്ള സ്വിച്ച്. ഇനി നമുക്ക് സ്റ്റിയറിങ് ഇതുമൊന്ന് ഊരിയെടുക്കാം. അതിന് ഇവിടെ ഒരു ക്ലിപ്പ് ടൈപ്പ് ആയിരിക്കും. ആ ക്ലിപ്പ് അങ്ങ് ഊരിയാൽ സ്റ്റിയറിങ് നമുക്ക് ഫ്രീ ആക്കാം. ഇതുപോലെ ക്ലിപ്പായിരിക്കും. സ്റ്റിയറിങ് വേറൊരു ഭാഗത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് സ്വിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അയൺ ഉപയോഗിച്ച്, സോൾഡറിങ് അയണുള്ളവർ അയൺ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ വേറെ എന്തെങ്കിലും കമ്പി ഉപയോഗിച്ച് ചൂടാക്കിയതിന് ശേഷം ഹോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് അയൺ ഉപയോഗിച്ചാണ്. അപ്പോൾ പാകത്തിനുള്ള, അപ്പോൾ ഈ സ്വിച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മുമ്പ് ഉപയോഗിച്ച സ്വിച്ച് തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2 പിന്ന് സ്വിച്ചുമ്മിലൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, അത് ഓണാണ്, ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ ഓൺ ഓഫായി. ഇനി നമുക്ക് 2 വയർ കട്ട് ചെയ്തതിന് ശേഷം സോൾഡറിങ് ചെയ്ത് പുതിയ സ്വിച്ചുമിൽ പിടിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സോൾഡറിങ്ങും സ്വിച്ച് ഘടിപ്പിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്കിത് ഡാഷ്ബോർഡ് അതിലോട്ട് പിടിപ്പിക്കാം. അതായത് സ്റ്റിയറിങ്ങിൻ്റെ ഹോൾസിലൂടെ ആ സാഫ്റ്റ് പുറത്തേക്ക് അകത്തേക്ക് വെക്കുക. അപ്പോൾ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഇന്ന് പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.